കമ്മീഷനിങ്ങിന് മുമ്പുള്ള ട്രയൽ റണ്ണിനെ തന്നെ വൻ കുതിപ്പ് നടത്തുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ഒക്ടോബർ അവസാനത്തോടെയാവും തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടക്കുക. കപ്പലുകളിൽ നിന്ന് ഇവിടെ സ്ഥാപിക്കുന്ന ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ ഇറക്കുകയും തിരികെ കയറ്റുകയും ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തനങ്ങളുടെ ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് തുറമുഖം അധികൃതർ പറയുന്നത്. ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ ആഴ്ച MSCയുടെ കൂറ്റൻ മദർഷിപ്പ് ക്ലൗഡ് ജിറാൻഡറ്റ് എത്തിയിരുന്നതിനു പിന്നാലെയാണ് തുടർച്ചയായി കപ്പലുകൾ എത്തി തുടങ്ങിയത്. വ്യത്യസ്ത വലിപ്പമുള്ള 2 കപ്പലുകൾക്ക് ഒരേ സമയം ബർത്തിൽ അടുപ്പിക്കാനായെന്ന് തുറമുഖം കമ്പനി അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരേ സമയം 2 കണ്ടെയ്നർ ഷിപ്പുകൾ എത്തിയത് കൗതുകകരമായി. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തവീഷി ബർത്തിൽ തുടരുന്നതിനിടെ MSCയുടെ മറ്റൊരു കണ്ടെയ്നർ ഷിപ്പായ ഐറ ശനിയാഴ്ച വൈകുന്നേരത്തോടെ വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്തു. കഴിഞ്ഞ 19-ന് 4000-ഓളം കണ്ടെയ്നറുകളുമായാണ് MSC താവിഷ് എത്തിയത്. ഇതിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുന്നത് പൂർത്തിയായി വരുന്നതേയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയോടെയാവും ഈ കപ്പൽ തുറമുഖം വിടുക. ഇതേ സമയം തന്നെ ഐറ എന്ന വലുപ്പം കുറഞ്ഞ കപ്പലും തുറമുഖത്തു നങ്കൂരമിട്ടു. ഇതിൽ നിന്നുമുള്ള 200 കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം വൈകിട്ടോടെ മടങ്ങിയിരുന്നു. താവിഷിനു മുൻപെത്തിയ MSCയുടെ ഇവ എന്ന കപ്പൽ തുറമുഖത്ത് വന്നു പോയിരുന്നു. ഒക്ടോബറിൽ കമ്മീഷനിങ് നടത്താൻ ആലോചിക്കുന്ന വിഴിഞ്ഞത്ത് അടുത്ത ആഴ്ചകളിൽ കൂടുതൽ കപ്പലുകൾ തുടർച്ചയായി എത്തുമെന്നാണ് വിവരം. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ ഒന്നാമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്തേക്ക് അയക്കാൻ കൂടുതൽ കപ്പലുകൾ സജ്ജമാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പിഴവുകളില്ലാത്ത രീതിയിൽ ചരക്ക് നീക്കം നടത്താൻ കഴിയുന്നത് വിഴിഞ്ഞത്തേക്ക് കൂടുതലായി കപ്പലുകളെ അയക്കാൻ MSCയെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതുവരെ അടുത്തിടൽ നീളം കൂടിയ കണ്ടെയ്നർ ഭീമൻ MSC എന്ന അടുത്ത ആഴ്ച ഇവിടെ എത്തുകയാണ്. 399.9 മീറ്റർ നീളവും 58.6 മീറ്റർ വീതിയുമാണ് MSC അന്നയ്ക്കുള്ളത്. കഴിഞ്ഞ 13-ന് ഇവിടെ എത്തിയ MSC ക്ലോഡ് ഗാർഡേറ്റ് ആയിരുന്നു ഇവിടെ ഇതുവരെ അടുത്തതിൽ ഭീമൻ. നീളം 399 മീറ്റർ. MSC അന്നയെ കൂടാതെ 25-ന് MSC പലേർമോ എന്ന കണ്ടെയ്നറും എത്തും. ട്രയൽ റൺ നടത്തുന്ന ഘട്ടത്തിൽ തന്നെ വരുമാനം ലഭിക്കുന്നതും വിഴിഞ്ഞം പദ്ധതി കൂടുതൽ വിജയകരമാണെന്നതിന് തെളിവാണ്.